നമസ്കാരം. തെക്കൻ ലെബനാനിൽ സൈനിക നടപടി കൂടുതൽ ശക്തമാക്കാനും സുരക്ഷാ മേഖല വിപുലീകരിക്കുവാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവ്. ഹിസ്ബുള്ളയുടെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനും അതിർത്തി കടന്നുള്ള അധിനിവേശ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ നോർത്തേൺ കമാൻഡിൽ നിന്ന് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലൂടെയാണ് നെതന്യാഹു തന്റെ തീരുമാനം അറിയിച്ചത്. നിലവിലുള്ള സുരക്ഷാ മേഖലയ്ക്ക് പുറമെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സൈനിക നടപടി വ്യാപിപ്പിക്കുവാനാണ് സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞയാഴ്ച അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ലിതാനി നദി വരെ ബഫർ സോൺ വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പുതിയ ഉത്തരവിലൂടെ ഇതിലും വലിയൊരു പ്രദേശം പിടിച്ചെടുക്കുവാനാണോ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. മാർച്ച് 2-ന് ആരംഭിച്ച ഈ പുതിയ പോരാട്ടം മേഖലയിൽ കടുത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഹിസ്ബുള്ളയിൽ 400-ലധികം പോരാളികളാണ് കൊല്ലപ്പെട്ടത്. ലബനാനിൽ സ്ത്രീകൾ, കുട്ടികൾ, മെഡിക്കൽ ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ 1100-ലധികം പേർ കൊല്ലപ്പെട്ടതായി ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. ഇസ്രയേലിൽ പോരാട്ടത്തിൽ 4 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുടെ ഈ പുതിയ നീക്കം ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. സൈനിക നടപടി വ്യാപിപ്പിക്കുന്നതോടെ മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുവാനാണ് സാധ്യത. ഇതിനിടെ പശ്ചിമേഷ്യയുടെ ചൂടേറിയ ആകാശത്ത് ഫെബ്രുവരി 28-ന് ആരംഭിച്ച പുതിയ യുദ്ധഘട്ടം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ലായിരുന്നു. അത് ശക്തികളുടെ തുലനാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു ഭൗമരാഷ്ട്രീയ വഴിത്തിരിവായിരുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമണം ആരംഭിച്ചതോടെ ഇറാൻ മിണ്ടാതിരിക്കുവാൻ തയ്യാറായില്ല. വളരെ വേഗത്തിലും കൃത്യതയോടെയും ഇറാൻ പ്രതികരിക്കുകയായിരുന്നു. മിസൈലുകളും ഷാഹിദ് ഡ്രോണുകളും ചേർന്ന ശക്തമായ ആക്രമണങ്ങളിലൂടെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക ആസ്തികൾക്കും ഇസ്രയേലിന് നേരെ സമ്മർദ്ദം ചെലുത്തി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഉൽപാദക മേഖലകളിൽ ഒന്നായ ഈ പ്രദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറി. ആദ്യ 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഏകദേശം $800 ബില്യൺ നാശനഷ്ടം അമേരിക്കയ്ക്ക് നേരിട്ടു വന്ന വിലയിരുത്തൽ ഇറാന്റെ മറുപടി എത്രമാത്രം ഫലപ്രദമായിരുന്നുവെന്ന സൂചനയാണത്. ഗൾഫ് രാജ്യങ്ങളിലുടനീളം അമേരിക്കൻ ബേസുകൾ നിരന്തരമായി ലക്ഷ്യമിട്ടതിലൂടെ പരമ്പരാഗത യുദ്ധത്തിന്റെ അതിരുകൾ കടന്ന് ഒരു അസമമായ യുദ്ധരീതിയാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്കൊപ്പം പ്രോക്സി ശക്തികളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ചേർന്ന് ഇറാൻ യുദ്ധഭൂമിയെ തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സംഘർഷത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിന് നേരെയുണ്ടായ ആക്രമണം. റിയാദിൽ നിന്ന് ഏകദേശം 96 കിലോമീറ്റർ അകലെയുള്ള ഈ സൈനിക കേന്ദ്രം അമേരിക്കൻ വ്യോമ പ്രവർത്തനങ്ങളുടെ പ്രധാന ഹബ്ബായി കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ മാർച്ച് 27 നടന്ന ആക്രമണത്തിൽ 6 ബാലിസ്റ്റിക് മിസൈലുകളും 29 ഡ്രോണുകളും ഉൾപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഫലമായി ഒരു അമേരിക്കൻ E-3 സെൻട്രി AWACS വിമാനത്തിന് ഗുരുതരമായ കേടുപാടുകളാണ് സംഭവിച്ചത്. വിമാനത്തിന്റെ ബോഡി തകർന്ന നിലയിലാണ്. തലയും വാലും മാത്രം ശേഷിച്ചതായി പുറത്തുവന്ന ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. 10-ലധികം സൈനികർക്ക് പരിക്കേറ്റതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇന്ധനം നിറയ്ക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ടാങ്കർ വിമാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഈ ആക്രമണം സാധാരണ ഒരു സൈനിക നഷ്ടമല്ല, അത് യുദ്ധത്തിന്റെ കണ്ണും ചെവിയും ലക്ഷ്യമിട്ട ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു. എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നറിയപ്പെടുന്ന AWACS വിമാനങ്ങൾ യുദ്ധഭൂമിയിലെ മുഴുവൻ വ്യോമ ചലനങ്ങളുടെയും നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളാണ്. ബോയിങ് 707 അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ വിമാനത്തിന്റെ പിൻഭാഗത്തെ വലുതായ റഡാർ ഡിസ്ക് 375 കിലോമീറ്ററിലധികം ദൂരപരിധിയിൽ ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാനും ട്രാക്ക് ചെയ്യുവാനും കഴിവുള്ളതാണ്. സൗഹൃദ, നിഷ്പക്ഷ, ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ എല്ലാം തിരിച്ചറിയുവാനും കമാൻഡ് സെന്ററുകൾക്ക് തത്സമയ വിവരങ്ങൾ കൈമാറുവാനും AWACS നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം മുതൽ അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും യുദ്ധങ്ങളിലേക്കും ഈ വിമാനങ്ങൾ അമേരിക്കൻ സൈനിക തന്ത്രങ്ങളുടെ കേന്ദ്രമായി നിന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സാങ്കേതിക വിദ്യയുടെ അപൂർവത തന്നെയാണ് അമേരിക്ക കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത്. സേവനത്തിനുള്ള E-3 AWACS വിമാനങ്ങൾ വെറും 16 മാത്രമാണ്. കൂടാതെ അവ 2035 വരെ മാത്രമേ പ്രവർത്തനക്ഷമമായി നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുള്ളൂ. ഒരു വിമാനത്തിന്റെ പകരം വയ്ക്കുവാൻ ചിലവ് ഏകദേശം $500 ബില്യൺ ആണ്. അതും നിലവിലുള്ള ഉൽപാദന ലൈൻ ഇല്ലാത്ത സാഹചര്യത്തിൽ. അടുത്ത തലമുറയായ E-7 വെഡ്ജ്ടെയിലിന് $700 മില്യൺ വരെ ചിലവാകുന്നുണ്ട്. അതിനാൽ ഒരു AWACS നഷ്ടപ്പെടുന്നത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, യുദ്ധ നിയന്ത്രണ സംവിധാനത്തിന്റെ ഒരു പൊളിഞ്ഞ കണ്ണി കൂടിയാണ്.